ആ ഇന്നലെ 50 രൂപയുടെ ബാക്കി പൈസ നിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. ആ പൈസ എവിടെ? എവിടെ 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 എവിടെ? കുഞ്ഞ അതെവിടെ? ഇന്ന് നമ്മള് എന്താ ഉണ്ടാക്കണത് പറയട്ടാ. എന്താ ഉണ്ടാക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഞായറാഴ്ച, ഇന്നത്തെ ഞായറാഴ്ചക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ പെങ്ങളുടെ കുട്ടികളും പെങ്ങളും ഒക്കെ ഉണ്ട്. പെങ്ങൾ പിന്നെ വന്നിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞിരുന്നല്ലോ. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. മക്കളും കൂടി വന്നിട്ടുണ്ട്. പപ്പടം പപ്പടല്ല, മക്കളും കൂടി വന്നിട്ടുണ്ട് അറിയാം. മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉഷാറ് ചോറ് തന്നെയാണ്. ഇന്നലെ നമ്മള് വൈകുന്നേരം പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തില്ല. അത്ര തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ല. ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ കുഴിമന്തി ആക്കി. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്തല്ല, ഉച്ചയ്ക്ക് രാവിലെ ഇഡ്ഡലി ചട്നി ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ബീഫ്, ഇനി രസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇരിക്കണു. പിന്നെ നമുക്കിന്ന് 2 പണിക്കാരുണ്ട്. ഇന്നലെ 6 പേരുണ്ടായിരുന്നു, ഇന്ന് 2 പേരേ ഉള്ളൂ ഞായറാഴ്ചയായിട്ട്. 2 ആൾ വന്നതിൻ്റെ ഭാഗ്യം. വലിയ മടാള് ഇതവിടെ എവിടെയാണ് തോന്നുന്നു. ഇന്നലെ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഇന്നലെ കൽപ്പാത്തി പോകണം, എന്തൊക്കെ തിരക്കായിരുന്നു. നോക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. അതെന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ തന്നെ എല്ലാവരും പാടെ കൂടുമ്പോൾ 9 പേര് കുട്ടികൾ, പിന്നെ വലിയവരെല്ലാവരും പാടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയില്ല കേട്ടോ. അതും കൂടെ ഓടുന്ന ബസ് അടക്കം പണി മുടക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചെങ്ങനെ വരിക? പിന്നെ കൂട്ടുകാരൻ്റെ വിനോദിൻ്റെ വണ്ടിയാണ്. അത് നമുക്ക് വിശ്വസിച്ചിട്ട് എത്ര ദൂരത്തേക്കല്ല കൊണ്ടുപോകാനും പറ്റില്ല. എന്തെങ്കിലും സ്ക്രാച്ച് വീഴ്ത്തിയാലേ അവര് അപ്പോൾ എന്തിനാ നല്ല തിരക്കായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ അങ്ങോട്ട് പോയത് അത്രയും ദൂരം നടന്നിട്ട് വേണം പോകണമെങ്കിൽ. ഇതിൽ നമ്മളില്ലേ ഉള്ളി വാട്ടി, പിന്നെ ഞാൻ മുളകും മല്ലി അതേപോലെ കുരുമുളകും 2 മണി പെരിഞ്ചീരകം കൂടി അരച്ചതാണ് കേട്ടത്. അപ്പോൾ ആ അരച്ച മിക്സിയിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൊണ്ടാണ് ഈ ഒരു കളർ കാണുന്നത്. കണ്ടില്ലേ ഈ ഒരു കളറ് വന്നത്. ഇനി ഇത് ആയിക്കഴിഞ്ഞിട്ട് രസം വെക്കാൻ വിചാരിച്ചിട്ടേ അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരച്ചിട്ട് ഇതിൽ തിരുമ്പിയാലും മതി. അപ്പോൾ എന്താ വെച്ചാൽ സമയം അവർക്ക് കുട്ടികൾക്ക് കുറച്ച് നേരത്തെ അവർക്ക് അങ്ങോട്ട് പോകണം. കഴിച്ച് കഴിഞ്ഞിട്ട് പോവണ്ടേ. ചോറതാ ഞങ്ങളുടെ വീട്ടിൽ പിന്നില്ലേ എല്ലാവരും പാടുള്ളപ്പോൾ നല്ല രസമാട്ടോ. മക്കളും കുട്ടികളും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ഇരിക്കും. എല്ലാവരും പാടുള്ള സമയത്ത് ഒരു രസമല്ലേ ഇല്ലേട്ടാ. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ രസം, സന്തോഷം. അതൊക്കെ തന്നെ അമ്മമ്മ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എൻ്റെ കിച്ചൊന്നും രാത്രി ഉറങ്ങാനല്ല ഇല്ലേട്ടാ. രാവിലെയോ ചോദിക്കും. ഇപ്പം ഞാൻ പോയിട്ട് തന്നെ കുറച്ചായിട്ടോ. അപ്പോൾ കുട്ടികളുടെ സന്തോഷം അത് വേറെ തന്നെയല്ലേ. നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി അവർക്ക് കൊടുത്താലും കൂടി അവർക്ക് അമ്മമ്മ വീട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതിപ്പോൾ ഞങ്ങൾക്കും തന്നെ ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ പോകുള്ളൂ കേട്ടോ. അപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ആവും സന്തോഷം. ഞാൻ ഇനി കല്ലുപ്പ് എടുത്തിട്ടെ. ഉപ്പ് ഇപ്പം എൻ്റെ കിച്ചു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കും, നമ്മളെപ്പോഴാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുക, നമ്മളെപ്പോഴാണ് അമ്മമ്മ പോവുക ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. പിന്നെന്താണെന്ന് വെച്ചാൽ അമ്മ പണിക്ക് പോവും. പിന്നെ എല്ലാവിടെയും ഉള്ള ഒരു കാര്യം പറയുമോ, നമ്മൾ നല്ലൊരു രീതിയിലാണോ വെച്ചാൽ നമുക്ക് എല്ലാവിടേക്കൊന്നും പോകാൻ തോന്നുള്ളൂ. ഇല്ല, എന്തെങ്കിലും ചെറിയൊരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ട് കാരണം വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നില്ലല്ലോ. പോകാൻ തോന്നേട്ടാ. അമ്മ പണിക്ക് പോവും. പിന്നെ എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അവിടെ പോയാലും പണിയെടുക്കണം, ഇവിടെ ഇരുന്നാലും പണിയെടുക്കണം. അപ്പോൾ ഓരോടത്ത് ഇരിക്കുക വെച്ചാൽ ഒരു സമാധാനത്തിൽ ഇരിക്കാമല്ലോ. അവിടെ പോയാൽ മറ്റവരും പോകും, പിന്നെ നമ്മളും ഉണ്ടാവും. നമ്മൾ മാത്രമാകുമ്പോൾ ഇത് തോന്നില്ല. കുറേ നേരം സുകന്യ ഗതി കെട്ടക്കണം കേട്ടോ. ഇതിന് നമ്മൾ അത് അത്യാവശ്യം ചെറുതാക്കി തന്നതാണ്. എന്നാലും പിന്നെ ഒരു ചെറുതാക്കല്. ഇപ്പം ഇതിന് വില കൂടിയില്ലേ? നമ്മളിത് എപ്പോഴും വാങ്ങില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പോൾ വാങ്ങുള്ളൂ. 400 താഴെ 380 തന്നെയല്ലേ? 380. 380 തന്നെ അതുകൊണ്ട് കേട്ടോ. നമുക്കില്ലേ ഈ ചിക്കനൊക്കെ വാങ്ങിയ വെള്ളം വാരാനുള്ളൊരു പാത്രം വാങ്ങണം ചേട്ടാ.
കൊട്ട ഉണ്ട് കേട്ടോ ഇവിടെ. അത് കൊട്ടയിലാക്കുമ്പോൾ അതൊരു ഇത് തോന്നില്ല. അതാണ്ടോ. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല. കറിയല്ലേ? കറിയല്ല, വരട്ടി കുഴമ്പനാക്കിയിട്ട് വെക്കാൻ പോരെ. പോരാ, എൻ്റെ കയ്യൊന്ന് കഴുകട്ടെ. ഇങ്ങനെ നമ്മൾ എളുപ്പത്തിനാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്. എന്താണെന്ന് അറിയാം, ഇനി പിന്നെ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കണ്ടേ. അപ്പം അതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്. മറ്റേ കുക്കറിലെ ചാർജ് അത് എന്താണ് അതിൻ്റെ വേവിൻ്റെ? അതിനിപ്പോൾ ഒരു 11 കാലമായിട്ടേ ഉള്ളൂ കേട്ടോ. അത് കുക്കർ കൊള്ളൂല്ലേ? ഇല്ല, അത് 3.5 കിലോ ഉണ്ട് കേട്ടോ ഇത്. അത് നമുക്ക് 3 അത്ര വലിയ കുക്കർ നമ്മുടെ അടുത്തില്ല. ആകെ ചെറിയ കുക്കറേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. ഇനി ഇതിലില്ലേ ചിരട്ടപ്പൊട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അത് നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ട് നിവർത്തിയിട്ട ചിരട്ടപ്പൊട്ടൊക്കെ ഇട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താ ഈ നമ്മുടെ കറുവത്തും കായല്ലേ, പപ്പായ, അതിൻ്റെ ചെറിയൊരു പീസ് വലുതിട്ട് കൊടുത്താലും കടന്നിങ്ങനെ തിളയ്ക്കുമ്പോൾ അതും വേവ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് എന്താ ബീഫിൻ്റെ എല്ലാ രുചിയും പിടിച്ചിട്ട് ആ കറുവത്തും കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ? വലിയ കഷ്ണമായിരിക്കില്ലേ? വലിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ ഓരോന്ന് ചെയ്യലേ. ഇതാ കണ്ടില്ലേ, ഇതിൽ നമ്മൾ പെരിഞ്ചീരകവും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ എന്താണെന്നറിയോ, ഒരു 6 വിസിലടിക്കുമ്പോഴേക്കും ടക്ക് ടക്ക് പറഞ്ഞിട്ട് വരും. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും നമ്മളൊരു 12:30, ഇപ്പോൾ 11:15 കഴിഞ്ഞില്ലേ, 12:30 അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ വേവുള്ളൂ. കടന്നിങ്ങനെ തിളച്ച് കുറച്ച് സമയം വേവിച്ച്. കോഴിയാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും കുറച്ച് ചിലത് റബ്ബർ പോലെയാണ് വെച്ചാൽ പൊതുവേ നമ്മുടെ അമ്മുട്ടിക്ക് ഇത് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അവൾക്ക് കുറേ നേരം ചവയ്ക്കണ്ടേ. അപ്പോൾ അവൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് വാങ്ങണത് കോഴി വാങ്ങിയാൽ മതിയെന്ന്. അല്ല, അത് നല്ല ബീഫായിരിക്കും, കാരണം നമുക്ക് പരിചയമുള്ള ഒരാളെ വെട്ടി തന്നിട്ടുണ്ട്. അതെ. ഇനി നമ്മളിത് അടച്ച് വെച്ചാണ്ട് കത്തിച്ച് കത്തിക്കട്ടെ കേട്ടാ. കവുങ്ങ് അതിനെ പുതിയ വീടിൻ്റെ സൈഡിൽ 2 കവുങ്ങുമരമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഷീറ്റ് ഇടണമെങ്കിൽ ആ കവുങ്ങ് മുറിക്കണത്രേ. അതിലാണെങ്കിലോ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ 4 ഒന്നുമില്ല നമുക്ക്. അവസാനം മുറിക്കേണ്ടി വരും. ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ അവിടെ ഒരു പ്ലാവ് മരം ഉണ്ട് കേട്ടോ. പ്ലാവ് മരമാണ് പറഞ്ഞാൽ ഷീറ്റല്ല, ഇത് കണ്ടോ, ഈ ഷീറ്റാണ് നമ്മൾ ഇറക്കണത്, ആസ്പെറ്റോസ് കേട്ടോ. അതാണ് കുറച്ചൊരു റേറ്റ് കമ്മി എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോരോ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടുന്നത്. അവിടെ തന്നെ കണ്ടില്ലേ, ഇതാ ഈ സൈഡ് പൊട്ടി. ചക്കയാണ് പറഞ്ഞ വെച്ചാൽ 4 ചക്ക വീണ് കഴിഞ്ഞ് വെച്ചല്ലേ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആ പ്ലാവിൻ്റെ അവിടുത്തെ ആ കൊമ്പ് മൊത്തം വെട്ടണം. അപ്പം അവിടെ വെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വെട്ടാൻ അതൊന്നും അവനെ കൊണ്ടൊന്നും വെട്ടാൻ പറ്റില്ല. അത് പ്ലാവല്ലേ, പ്ലാവിൻ്റെ കൊമ്പൊക്കെ കണ്ട കാവത്താണ്. അതാണ്ടോ പുറത്തേക്ക് കേൾക്കണല്ല. എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? ഏകാദശി അവിടെ ഉണ്ട്. ഇതിലുണ്ടല്ലമ്മ, ഏകാദശി വിളക്കിന് എടുക്കാനുള്ള കാവത്ത് വലുതുണ്ട്. നിങ്ങൾക്ക് എത്ര വലുത് വേണം? യന്ത്രം നീ കുളിക്കാത്ത രാവിലെ കുട്ടികൾ രാവിലെ കുളിച്ചിട്ടല്ലേ കഴിക്കുക. എന്താ ഇതവിടെ 4 നായ്ക്കുട്ടിയുണ്ട് പറഞ്ഞില്ല. നായ്ക്കുട്ടിയല്ലേ, ഒക്കെ പട്ടിക്കുട്ടിയാണ്, നായ്ക്കുട്ടിയേ ഇല്ല അതിൽ. മുഴുവൻ പട്ടിക്കുട്ടികളാണ്. മുഴുവൻ പട്ടിക്കുട്ടികളാണ്. കുറേ പേര് ചോദിച്ചിരുന്നു വേണമെന്നുള്ളത്. നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. നിങ്ങൾ വേണമെങ്കിൽ വന്ന് എടുത്തോളി, കൊണ്ടുപോയിക്കോളില്ലേ. നമ്മൾ പഞ്ചായത്ത് മുതലാണ് നായ്ക്കുട്ടിയെ. നമ്മുടെ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ പെർമിഷൻ ചോദിക്കണ്ടു. പട്ടിക്കുട്ടികളെ കൊണ്ടുപോകണം. കുളി കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ മൊത്തം അങ്ങനെ മൂടിയിട്ട് വരാൻ പാടില്ല നമ്മുടെ ആൾക്കാർ. അതവള് കെട്ടി വരുന്നേ ഉള്ളൂ. ഇവിടേക്ക് എത്തിയപ്പോൾ റെഡി ആയില്ലേ? ഇപ്പോൾ അവിടുന്ന് കെട്ടി പൂട്ടിയിട്ട് ഇവിടെ എത്തിയപ്പോൾ റെഡി ആയില്ലത്. ഞാനുണ്ടല്ലോ. അപ്പം നമ്മളിതാ രസം വെക്കാനുള്ള പരിപാടിയിലാണ്. പാവം ഞാൻ എടുക്കടി പറഞ്ഞേ. ഞാൻ എടുക്കടി. എന്തെടുക്കുന്നു? ഞാൻ എടുക്കാൻ പറഞ്ഞു. എന്താ നിങ്ങൾ എടുക്കുന്നത്? ചോറും പാത്രം എടുക്കാനാണ് ഇപ്പൊ ഇങ്ങനെ മത്സരിക്കുന്നത്. ബിരിയാണി അല്ലേ, രസം. പപ്പടം കണ്ടോ? പപ്പടം ഇപ്പൊ തവിടെണ്ണ തുണി തവിടെണ്ണ കണ്ടോ? തവിടെണ്ണ കൊണ്ടുവന്നത് കേട്ടോ. അനിയൻ
വെളിച്ചെണ്ണയ്ക്ക് വേറെ കൊളസ്ട്രോളിന് കുറവ് പറഞ്ഞിട്ടേ എനിക്ക് അതിന്റെ രുചി ഇഷ്ടമല്ല കേട്ടോ. കൊളസ്ട്രോൾ കുറയുന്നു. അതിന് പകരം ഇത് വെളിച്ചെണ്ണയ്ക്ക് വേറല്ല അല്ലേ? അപ്പൊ ഇത് തവിടെണ്ണ വാങ്ങിയാൽ മതി. ഇനി 2 സെയിം ഒക്കെ തന്നെ വിലക്കാ? എന്നാ പിന്നെ ഇത് വാങ്ങാലോ. ഉപ്പ് ഇതാട്ടോ നമ്മുടെ രസത്തിന്റെ കറിയേ പാവട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം 1 മാസം മുമ്പ് നമ്മളിവിടെ ബീഫ് വാങ്ങിയത്. നമ്മൾ എപ്പോഴും വാങ്ങില്ല കേട്ടോ, എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ പറയുന്നത്. അയ്യോ സുകന്യക്ക് തേങ്ങ അല്ലാണ്ടേ തേങ്ങയ്ക്ക് പൊന്നും വില കൊടുത്തിട്ടാണ് തേങ്ങ വാങ്ങണത്. ഈ തിന്നാൻ വേണ്ടിട്ട് ഈ ബീൻസ് ഒരു പാത്രത്തിൽ മാറ്റി വെക്കി പെണ്ണേ. ഇങ്ങോട്ട് ലാസ്റ്റ് വേണ്ട എന്താ രസവും ബീഫും പപ്പടവും മതി. എന്നിട്ട് തേങ്ങ ഇവിടെ എവിടെ ഇല്ല കേട്ടോ, ഒരു കൂട്ടാനൊക്കെ ആയില്ലേ. എന്നിട്ട് നോക്കുമ്പോ ലാസ്റ്റ് നോക്ക് സുകന്യ കഴിച്ചില്ല. ഇവിടെ ഉള്ളവരില്ലേ ചോറുണ്ണലില്ല. ഇപ്പൊ വെറും രസവും ബീഫും മാത്രമേ കഴിക്കുള്ളൂ, പപ്പടവും. ചോറ് നിർത്തി. അതാ കാണിച്ചു കൊടുക്കട്ടെ നായക്കുട്ടികളെ, കാണിച്ചു കൊടുക്കാതെ റോട്ടിൽ നിൽക്കണുണ്ടോ കുട്ടികളെ. പെങ്ങളുടെ കുട്ടികളില്ലേ, അവരുടെ കോളേജിൽ പോയി കഴിഞ്ഞ വെച്ചാൽ കുട്ടികൾ ചോദിക്കത്ര ഇന്ന് വീഡിയോയിൽ കണ്ടില്ലേ, എന്താ വീഡിയോ നിൽക്കാത്തത്. അപ്പൊ അവർക്ക് പുറത്തിറങ്ങുമ്പോ മാമിനും അമ്മയ്ക്കും വീഡിയോ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ എന്ന് പറയുമ്പോഴേ അവർക്കൊരു മടി. ഞാനപ്പോ തന്നെ പറയുന്നത് നാണക്കട്. ഏട്ടന്മാർക്ക് എണ്ണയ്ക്ക് എവിടെ ഇങ്ങോട്ട് പോയി കുളിച്ചാ പുതിയ വീട്ടിൽ പോയിട്ട്. ഈ ചെക്കല്ലേ പെണ്ണുങ്ങളുടെ പോലെ ഈ ചെക്കൻ ഏത് സമയവും നോക്ക്. ഇതാണ് ഇവൻ അമ്മക്കുട്ടിയായി തോന്നുന്നു കേട്ടോ. ഇവന് എന്താ ഏത് സമയം എന്നെ കെട്ടിപ്പിടിക്കണം. ഇപ്പൊ പറയണ എന്താന്നറിയോ, ഞാൻ അമ്മയുടെ അത്ര ഉയരാവണുണ്ട് കേട്ടോ. നിന്ന് രാവിലെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇതിങ്ങോട്ട് നോക്ക്. 2 മുഖറും ഒരേപോലെയല്ലേ? നല്ല മുഖറാണ് 2 മുഖറും. അവിടെ പൊന്നാണ്, അവിടെ മുത്താണല്ലേ, അവിടെ സ്വർണ്ണാണ്. വലുതായി പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് എന്റെ കുട്ടി എന്ത് കാട്ടും? വിദേശത്ത് പോയി പഠിക്കല്ലോ. നല്ല കുട്ടിയാവണം കേട്ടോ. എന്താ വിദേശത്തൊന്നും പോണ്ട കിച്ചുട്ടാ. നാട്ടിൽ തന്നെ നമുക്ക് നല്ല പണികൾ കിട്ടുക. അത് നോക്കിപ്പോ അതിനുള്ളത് പഠിച്ചോലേട്ടാ. അതൊക്കെ തന്നെ പഠിക്കണ്ടത്, അല്ലെങ്കിൽ ഒക്കെ പണിയില്ല. ഇനിയും പഠിക്കേ മരപ്പണി. 5 മണിയാക്കും. 12 1:30 ഇട്ടല്ലേ കഴിക്കുള്ളൂ. കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. എന്താണ്ടോ ഇങ്ങനെ ബെല്ലൊന്നുമില്ല. വിറകടുപ്പിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ച് ഗുളു 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 ഗുളു. സമയമുണ്ട്. ചാത്തപ്പാ നീ എങ്ങടെ ഓടുന്നത്? ഉപ്പ് കുറച്ച് കപ്പ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലല്ലോ. കപ്പ കിട്ടണ്ടേ ആവശ്യമില്ല. അല്ലാത്തപ്പോ ഒരാവശ്യമില്ലാത്തപ്പോ കപ്പക്കാരൊക്കെ കൂടെ വരും. ആര് പറഞ്ഞു? ഞാൻ ആരെയും പറഞ്ഞില്ല. ഉണ്ണിച്ചക്കൻ അച്ഛനല്ലേ ചോദിച്ചു. കുറിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കണ്ടില്ലേ? അല്ലാണ്ട് ആരാണ്? അതൊക്കെ പൂവടി വെള്ളം എന്തെങ്കിലും വെന്തിട്ടില്ലേ? നമ്മള് ചിക്കൻ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഞാൻ എന്താന്നറിയോ വരട്ടിയ പോലെ വെക്കാ വിചാരിച്ച. തേങ്ങ കൊത്തിട്ടിട്ട് കുക്കറിൽ ഞാൻ 3 പ്രാവശ്യം അടിക്കേണ്ടി വരും. 3 പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമല്ല. സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. മെല്ലെ വന്നാ മതി, തിരക്കൊന്നുമില്ല. ഊണ് കഴിക്കാൻ നമ്മളേക്ക് ആയി കിട്ടിയാൽ മതി. 10 കിലോ എന്ത്? ശരി, ബീഫ് 10 കിലോനാണ്. അല്ല നമ്മളെല്ലാവരും ഉള്ളപ്പോ നമുക്ക് എല്ലാവരും ഉള്ള സമയത്തില്ലേ 4 കിലോന് 3.5 കിലോനൊന്നും ആയിട്ടുള്ളൂ. 4 കിലോ വാങ്ങണം ഒരു നേരത്തേക്കൊക്കെ. നമുക്ക് എല്ലാവർക്കും ഇത് പറ്റൂട്ടാ.
ഇതെന്താ എല്ലാവരും ഇങ്ങനെ തിന്നണോന്ന് വിചാരിക്കും. അത് കാരണം വെച്ചാൽ അത്ര ആളുകളില്ല, പണിക്കുള്ള ആളുണ്ട് ഇവിടെ വീട്ടിലുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞിട്ട് വേറൊന്നുമില്ല, ഉള്ളത് എല്ലാവർക്കും അല്ലേ, അത്ര തന്നെ ഉള്ളതും കൊണ്ട്. അപ്പോൾ ഇതാ രസമായി, ഇത് അടച്ച് വെക്കണ്ടേ. എന്തോ വരുന്നുണ്ട് സുവന്യെ. ഇത് ഇങ്ങനെ അടച്ച് വെക്കട്ടെ കേട്ടോ. കണ്ടില്ലേ ചട്ടിയിലാവുമ്പോൾ കണ്ടോ, അടച്ച് വെച്ചാൽ പിന്നെ ഇങ്ങനെ തളച്ചും കൊണ്ടേയിരിക്കും കുറേ നേരം. ചൂടാറും. ചട്ടിലും വെച്ചിട്ട് പ്ലേറ്റ് ചൂടാ. കുട്ടികൾക്ക് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മതിയല്ലോ. സോ നീ വെറുതെ നിൽക്കുക വെച്ചാൽ ഈ 2 പാത്രം ഒന്ന് കഴുകി തരുമോ? നമ്മൾ രസം ചോറ് പപ്പടം ബീഫ് തിരക്കിലാണ്. ഇതാ അവർക്ക് ഇലയിൽ മതി പറഞ്ഞിട്ടേ ഇലയിൽ അന്ന വേണ്ട അമ്മ ഇലയിൽ കൊടുക്കണ്ടേ. പാത്രം കഴുകണ്ടല്ലോ എന്നുള്ള ഒരു മടിക്ക് നമ്മൾ ചെയ്ത പണിയാ. പക്ഷെ ഇലയിൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ആലമ്മ. ഇതാ നമ്മുടെ ബീഫ് ഉച്ചക്ക് വിറകടുപ്പിൽ കിടന്നിങ്ങനെ സെറ്റായി. ചൂടാറി. പപ്പടം പിന്നെ അവർക്ക് 2 പേർക്കും വേണ്ടാത്ത ആൾക്കാരാണ്. പപ്പടം കൊടുക്കണ്ടെന്ന് എല്ലാവരും അവർ കഴിക്കട്ടെ. കഴിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് കാണിക്കാത്ത കേട്ടോ. അപ്പം നമ്മളില്ലേ അവർക്കും കൊടുക്കട്ടെ. നമ്മുടെ വിശേഷം നിർത്തുകയാണേ. ഞായറാഴ്ച എല്ലാവരും പാടെ ഉള്ളപ്പോൾ ഒരു ആഘോഷമാണ് അല്ലേ. കോലായിൽ ടേബിളിൽ അങ്ങനെ വേണം. അപ്പോൾ എല്ലാവരും പാടെ അവിടെ ഉണ്ട്. എല്ലാവരും പാടെ നല്ല രസമാണ്. വൈകുന്നേരം ഇനിയിപ്പോൾ അവർ 3 മണിയാകുമ്പോൾ അവർ കഴിക്കൽ കഴിഞ്ഞാൽ അവർ പോട്ടാം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. എന്താ അവരൊക്കെ കാണിക്കാത്ത എന്താ പറഞ്ഞാൽ പറയില്ല, ഈ കോളേജിൽ പോണ കുട്ടികൾക്കൊക്കെ ഒരു മടി. എന്തായാലും കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അപ്പം പിന്നെ കാണാം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്. അതെ അമ്മ കൊടുക്കില്ല, ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് നാളെ കാണാം.